പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്തെല്ലാം ചെയ്യാമോ അതിനൊക്കെ വേണ്ടി കോപ്പ് കൂട്ടുകയാണ്. കാരണം ഒരു തവണയേറ്റ പരാജയം അത് ശരിക്ക് കനത്ത അടി തന്നെയായിരുന്നു. ഇപ്പോ ഇന്ത്യക്കെതിരെ പുതിയ മിസൈൽ സംവിധാനം മറ്റോ കൊണ്ടുവരാനായിട്ടുള്ള പുതിയ രീതിയിലുള്ള പദ്ധതികളൊക്കെ മെനയുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത്. അതൊരു മിസൈൽ കമാൻഡാണ് പാകിസ്ഥാൻ തുടങ്ങുന്നത് എന്നുള്ളത്. അതായത് ഇന്ത്യയുടെ വ്യോമാക്രമണ ഭീഷണികളെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു മിസൈൽ കമാൻഡ് തുടങ്ങുന്നത്. ഇത് ചൈനീസ് മാതൃകയിലാണ്. എല്ലാത്തിനും ചൈനയെ മാതൃകയാക്കുകയാണ് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിങ് ചൈനീസ് ആർമിയിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായിട്ട് ഒരു റോക്കറ്റ് ഫ്രണ്ടിനെ, ഒരു റോക്കറ്റ് കമാൻഡിനെ നിയമിച്ചുകൊണ്ട് അതിനെ നൽകിക്കൊണ്ട് കൃത്യമായിട്ട് റോക്കറ്റ് വിന്യാസം നടത്താനും മിസൈൽ ആക്രമണം നടത്താനും ഒക്കെയാണ് ഇവർ പദ്ധതി ഇടുന്നത്. ചൈന ഈ സംരംഭം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആണവ പോർമുനകൾ, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, സൂപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയ റോക്കറ്റ് സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാ മിസൈലുകളെയും ഈ ഒരു സിസ്റ്റത്തിന് കീഴിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു തലത്തിൽ ആക്രമണം നടത്തേണ്ടതുണ്ടെങ്കിൽ ഈ കമാൻഡിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഴ്സിന് ഇവർ നിർദ്ദേശം കൊടുക്കുന്നു, റോക്കറ്റ് ഫോഴ്സിന് നിർദ്ദേശം കൊടുക്കുന്നു. ആ റോക്കറ്റ് ഫോഴ്സ് കൃത്യമായി സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഇവരുടെ ആയുധ വിന്യാസം എല്ലാം നടത്തി അവിടെ നിന്ന് ശത്രുവിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ആക്രമണം നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള പദ്ധതി തയ്യാറാക്കി ആ മേഖലയിലേക്ക് ആക്രമണം നടത്തും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൈനയുടെ ഈ പറയുന്ന ആർമിയാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ അവർ ഇന്ത്യക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ടിബറ്റൻ മേഖലയിൽ നിന്നുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ആക്രമണം നടത്തുക. അവിടെ എവിടെയൊക്കെ മിസൈലുകൾ വിന്യസിക്കണം, എവിടെ നിന്ന് ഏതൊക്കെ മേഖലകൾ ആക്രമിക്കണം, എത്ര ദൂരം വരെ ലക്ഷ്യം വയ്ക്കണം, ഏതൊക്കെ സൈനിക കേന്ദ്രങ്ങൾ, ഏതൊക്കെ നഗരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഫോഴ്സ് ആയിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിയുടെ, അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ നേവൽ ഫോഴ്സ്, ഈ നേവിയുടെയും പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെയും ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ മിസൈൽ ആക്രമണ സംവിധാനങ്ങളെല്ലാം തന്നെ അവർ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നേവിയുടെ ആക്രമണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കായിരിക്കും കടന്നു കയറുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് വരുന്നതെങ്കിൽ നിശ്ചിതമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് തരംതിരിച്ച് കരസേനയിലെ ഈ പറയുന്ന മിസൈൽ വിങ് എങ്ങനെ ആക്രമണം നടത്തുമോ അതേമാതിരി ഈ പറയുന്ന നേവിയും കൃത്യമായി പ്ലാൻ ചെയ്തായിരിക്കും മേഖലകൾ തിരിച്ച് ആക്രമണം നടത്തുക. അതുപോലെ തന്നെയാണ് എയർഫോഴ്സ് സ്വാഭാവികമായിട്ട് ആക്രമണം നടത്തുന്നത് നമുക്ക് എങ്ങനെയെന്ന് അറിയാം. അവരുടെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, ഈ പറയുന്ന ഡ്രോണുകൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആക്രമണം നടത്തുന്നത്. അതേസമയം തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കണം ബോംബിംഗ് നടത്തേണ്ടത്, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മിസൈൽ ആക്രമണം നടത്തേണ്ടത്, ഇല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്തേണ്ടതെന്നല്ല ഈ കമാൻഡിങ് വിങ് ആയിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ചൈനയുടെ ആക്രമണ സംവിധാനം. ഇത് അവർ ഇന്ത്യയുടെ നേരെ മാത്രമല്ല, തായ്വാന്റെ നേരെ, ജപ്പാന്റെ നേരെ, അവരുടെ മറ്റ് അയൽ രാജ്യങ്ങൾക്ക് നേരെ, എന്തിനേറെ പറയുന്നു ഇപ്പോൾ അവർ മംഗോളിയക്കെതിരെ വരെ, മംഗോളിയ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, അതിനെ പിടിച്ചടക്കാനുള്ള മോഹവും കൊണ്ട് നടക്കുകയാണ് ചൈന. അപ്പോൾ മംഗോളിയയ്ക്ക് നേരെ വരെ ഇവർ ഈ പറയുന്ന ആയുധ പോർമുനകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റഷ്യ ചൈനയ്ക്കെതിരെ തിരിയുകയോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റഷ്യയും ചൈനയും തമ്മിൽ തെറ്റുകയോ ചെയ്താലോ എന്ന് കണക്ക് കൂട്ടിയിട്ട് റഷ്യയുടെയും ചൈനയുടെയും അതിർത്തി മേഖലകളിൽ വലിയ തോതിലുള്ള സൈനിക കേന്ദ്രങ്ങൾക്കും എയർഫോഴ്സിൻ്റെ കേന്ദ്രങ്ങൾക്കും എല്ലാം തന്നെ ചൈന രൂപം കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ബ്രഹ്മപുത്ര നദിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലകളിലുമൊക്കെ ചൈന പുതിയ സൈനിക താവളങ്ങൾ ഒരുക്കുകയും റോഡുകൾ ഒരുക്കുകയും ഈ പറയുന്ന തന്നെ എയർ സ്ട്രിപ്പുകൾ തയ്യാറാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും നമ്മളെ ആക്രമിക്കാനുള്ള ഒരു സജ്ജീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അവിടെ മാത്രമല്ല, ഇവരുടെ അയൽപക്കങ്ങളായിട്ടൊക്കെ ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം ഇവർ ചെയ്യുന്നുണ്ടെന്ന്. അവിടെ ശത്രുമിത്ര ഭേദമില്ല. കാരണം ഇവർക്ക് ആരെയും വിശ്വാസമില്ല എന്നുള്ളതാണ്. നമ്മൾ ബംഗ്ലാദേശിനെതിരെ എത്ര സൈനിക കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? തുലവും കുറവാണ്, വളരെ കുറവാണ്. BSFനെയൊക്കെ തന്നെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സശസ്ത്ര സീമാ ബലിനെ പോലുള്ള സേനകളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന നേപ്പാളിൻ്റെ മേഖലകളിലും ഒക്കെ വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കാം. പിന്നെ സൈന്യം സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടേണ്ട സൈനിക വിന്യാസമൊന്നും ആ രീതിയിൽ നമ്മളുടെ ശത്രു അല്ലാത്ത അയൽ രാജ്യങ്ങൾ, നമ്മുടെ നേപ്പാൾ നമ്മളുടെ അയൽ രാജ്യമാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന ആയുധ വിന്യാസമോ ഇല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളോ ഒന്നും തന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല.
ഇവിടെ ഭൂട്ടാൻ്റെ അവിടെ ഇല്ലെങ്കിൽ ശ്രീലങ്ക, മാലദ്വീപ്സ് ഇതിനെയൊക്കെ ലക്ഷ്യമാക്കിയൊന്നും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തു വെച്ചിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ശത്രു അല്ല അവർ എന്നുള്ളത് ബോധ്യമുണ്ട്. പക്ഷേ ചൈനയ്ക്ക് കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് റഷ്യയുടെ അതിർത്തി മേഖലകളിൽ പോലും സൈനിക കേന്ദ്രങ്ങളും വ്യോമ കേന്ദ്രങ്ങളും എല്ലാം തന്നെ ഇവർ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ അതിനെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇവരുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈന ഇത്തരത്തിലുള്ള ഒരു വ്യോമ പോർമുനയ്ക്കുള്ള ഒരു കമാൻഡ് ഇല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ ഈ പറയുന്ന ഒരു ആക്രമണ കേന്ദ്രങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. അതായത് നമുക്കറിയാം, നമ്മളുടെ ഇപ്പോൾ നാഗ് റോക്കറ്റ് സിസ്റ്റം ആയാലും ശരി തന്നെ, നമ്മളുടെ ഈ പറയുന്ന ബ്രഹ്മാസ്ത്ര ആയാലും ശരി തന്നെ, അതുപോലെ തന്നെ ഒരുപാട് ഈ ഭാർഗവാസ്ത്ര അതുപോലുള്ള റോക്കറ്റ് സിസ്റ്റങ്ങൾ, പിനാക്ക പോലുള്ള സംവിധാനങ്ങൾ, മിസൈൽ സിസ്റ്റം, ഈ പറയുന്ന ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം, S-400 ഇതെല്ലാം നമ്മൾ വിന്യസിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് മേഖലകൾ തിരിച്ചു തന്നെയാണ്. നമുക്കറിയാം ചൈനയും പാകിസ്ഥാനും നമ്മളെ ആക്രമിക്കാൻ ഏത് നിമിഷവും തയ്യാറായിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ടാണ്. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാന് ഇതിന് മുൻപൊരു മാതൃകയില്ല, സ്വന്തമായിട്ടൊരു രീതിയില്ല, ഒരു സംവിധാനമില്ല, ഒന്നും ഫോളോ ചെയ്യാനായിട്ട് ഒരു മാർഗനിർദ്ദേശം പോലും അവർക്ക് കൊടുക്കാനായിട്ടുള്ള അനുഭവ പരിചയമുള്ള മുൻകാലങ്ങളില്ല. എല്ലായ്പ്പോഴും തോൽവിയുടെ പാതകളാണ് അവർക്കുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അവർ അതുകൊണ്ട് തന്നെ പിന്തുടരുന്നത് ചൈനയാണ് എന്നുള്ളതാണ്. ചൈന എപ്രകാരം ഒരു തിയേറ്റർ ഫ്രണ്ട് തുടങ്ങുന്നു, അതേപോലെ തന്നെ പാകിസ്ഥാൻ തുടങ്ങുന്നു. ചൈന ഒരു മിസൈൽ ഫ്രണ്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ മിസൈൽ കമാൻഡ് തുടങ്ങുന്നു, അതേ രീതിയിൽ തന്നെ പാകിസ്ഥാൻ തുടങ്ങുന്നത്. ഇതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പോക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന 4 ദിവസം നീണ്ട സംഘർഷത്തിൽ വ്യോമാക്രമണങ്ങൾക്ക് മുൻതൂക്കം വന്നിരുന്നു എന്നുള്ളതാണ്. ഡ്രോണുകൾ, മിസൈലുകൾ, ലോയിറ്റിംഗ് മ്യൂണിഷൻസ് എന്നിവ ഇരുപക്ഷവും വ്യാപകമായി ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത PL-15 ഇന്ത്യയുടെ തദ്ദേശീയ ബ്രഹ്മോസും ആകാശ് മിസൈൽ സംവിധാനങ്ങളും റഷ്യൻ S-400 ഇതിനായി വിന്യസിക്കപ്പെട്ടു. എന്നാൽ പാകിസ്ഥാന്റെ മിസൈലുകൾക്ക് കാര്യമായ പ്രഹരശേഷി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം വ്യോമ പ്രതിരോധ സേന ഇന്ത്യയുടേത് വിവിധ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെല്ലാം തകർത്തു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മൾ അവരെ തകർത്തു. ഈ തകർത്തത് കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പുതിയ ഗിമ്മിക്കുകൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിന് തലേ ദിവസം, അതായത് അവരുടെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 14 ഓഗസ്റ്റ് 13 തീയതി ബുധനാഴ്ച പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പുതിയ ആർമി റോക്കറ്റ് ഫോഴ്സിന് രൂപം നൽകിയതായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യയുമായിട്ടുള്ള സൈനിക പോരാട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമാബാദിൽ ഒരു ചടങ്ങ് നടന്നു. അതിലാണ് ഈ പറയുന്ന തീരുമാനം അറിയിച്ചത്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഇവരുടെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും ഈ സേനാഭാഗത്തെ സജ്ജമാക്കുക എന്ന് റോയിറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമാബാദിലാണ് ഈ പറയുന്ന പ്രഖ്യാപനം നടന്നത്. ഈ സേന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു നാഴികക്കല്ലായിരിക്കുമെന്നാണ് ഷെഹബാസ് ഷെരീഫ് പറയുന്നത്. ഈ ചൈനീസ് മാതൃകയുള്ള ഈ കമാൻഡിന് അതായത് പല പ്രത്യേകതകളുമുണ്ട്. യുറേഷ്യൻ ടൈംസിലെ റിപ്പോർട്ടിൽ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റിട്ടയർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ JM അഗസ്റ്റിനാണ് ഇതിനെ പറ്റിയിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് ARFC എന്നാണ് പറയുന്നത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിൻ്റെ അതേ മാതൃകയിലായിരിക്കും ഇതെന്നാണ് പറയുന്നത്. ഇത് PLARF എന്ന് പറയുന്ന ചൈനയുടെ കമാൻഡിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മളിത് ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കാനാണെങ്കിൽ ചൈന സ്വന്തം ജനതയ്ക്ക് നേരെ പ്രയോഗിക്കാനും കൂടി ഇതിനെ സജ്ജമാക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ഭരണത്തെ പറ്റി കൃത്യമായിട്ട് അറിയാം. ഏത് നിമിഷം അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ പോരാട്ടം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഇതിൽ ഈ പറയുന്ന റോക്കറ്റ് കമാൻഡിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ പോർമുനകളുണ്ടാവും, ബാലിസ്റ്റിക് മിസൈലുണ്ടാവും, ICBM ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാകും, ക്രൂയിസ് മിസൈലുകളുണ്ടാവും, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് മിസൈലുകളും ഉണ്ടാകും. ഇതൊക്കെയാണ് ചൈനീസ് മാതൃകയിൽ ഈ പറയുന്ന ഇസ്ലാമാബാദും തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ആയുധങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ചൈന കൊടുക്കണം, ഇല്ലെങ്കിൽ തുർക്കി കൊടുക്കണം. സ്വന്തമായിട്ടുണ്ടാക്കിയതൊക്കെ തിരിച്ചു വന്ന് തറയിൽ വീണ് പൊട്ടുന്ന അവസ്ഥ പോലും പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ പാകിസ്ഥാൻ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം നമുക്ക് നിസ്സാരമായിട്ട് തള്ളാൻ കഴിയില്ല. പാകിസ്ഥാൻ മുമ്പത്തേനേക്കാൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പാകിസ്ഥാൻ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇന്ത്യയിലുള്ളത് മാരകമായിട്ടുള്ള ആയുധങ്ങളാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൂടുതൽ അവരെ ഡെവലപ്പ് ചെയ്യുന്നത്. സ്വാഭാവികമായി ഏത് രാജ്യവും അവർക്കുണ്ടാകുന്ന ക്ഷീണം മാറ്റാനായിട്ട് സ്വയം നവീകരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു നവീകരണത്തിൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ അവരുടെ ഈ പറയുന്ന ഒരു മിസൈൽ കമാൻഡിനെ, ഒരു മിസൈൽ വിങ്ങിനെ രൂപീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.